പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതിയാൽ കൃപാസനത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ദൈവവേദനെ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, ശിഷ്ടുരോഗങ്ങൾ, മുഴ വരുന്ന രോഗങ്ങൾ, അതുപോലെ തന്നെ അരിമ്പാറ മുതൽ ചിരങ്ങ് മുതൽ ചൊറി വരെ ത്വക്കിലുണ്ടാകുന്ന രോഗങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്ത് ചെയ്യണം, എന്ത് ചെയ്താൽ ജീവിക്കും, എന്ത് ചെയ്താൽ മേൽഗതി പ്രാപിക്കും, എങ്ങോട്ട് പോകണം, ആര് പറഞ്ഞ കേൾക്കണം, പല പല അഭിപ്രായങ്ങളുണ്ടല്ലോ, പല പല രീതികളുണ്ടല്ലോ, പല പല ചിന്തകളുണ്ടല്ലോ. എന്ത് ചെയ്യണമെന്ന് അറിയാൻ ആകപ്പാട് മനസ്സ് മുട്ടി മൊഴി മുട്ടി കുഴങ്ങുന്നവർ കർത്താവിൻ്റെ രക്തം നിങ്ങൾ തളിക്കപ്പെടട്ടെ. ഈശോ മാറാത്ത രോഗങ്ങളെ ഓർത്തോർത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. എത്രത്തെ മരുന്ന് കഴിച്ചിട്ടും പിന്നെയും മാറി കർത്താവ് പിന്നെയും രോഗങ്ങൾ, അതേ രോഗങ്ങൾ തന്നെ കർത്താവ് കുറച്ചു നേരം ശമിക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും തിരിച്ചു വരും. എന്തിനാണെന്ന് അറിയാൻ പാടില്ല, അത് മനസ്സ് കലങ്ങി ഇടിഞ്ഞു പോയവർ കർത്താവിൻ്റെ രക്തത്താൽ യേശുക്രിസ്തു നാമത്തിൽ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ കടകമ്പോളങ്ങൾ നടത്തുന്നവർ, ചെറിയ വ്യവസായങ്ങൾ നടത്തുന്നവർ, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവരും കുടുംബം പോറ്റുന്നവരും അവർക്കുണ്ടാകുന്ന തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. നിൻ്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവിനെ നയിക്കുക. ആമേൻ. ലൂക്ക 4:1. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ഇത് നിസ്സാരമായൊരു വചനമല്ല. ഇതിന്റെ കണക്ഷൻ കിടക്കുന്നത് പച്ചയായ പുൽപ്പുറങ്ങളിലും നിശ്ചലമായ ജലാശയങ്ങളുമാണ്. അവിടുന്ന് തന്നെ പച്ചയായ പുൽപ്പുറങ്ങൾ അവിടെ നിന്ന് കിടത്തും, നിശ്ചലമായ ജലാശയത്തേക്ക് അവിടെ നിന്ന് നയിക്കും.
അങ്ങനെ നയിച്ച് ജോർദാൻ നദിയിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച ഈശോ പരിശുദ്ധ നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? കാലാവസ്ഥ മാറി. മസ്റ്റ് വി നോട്ട് ടേക്ക് സോറോ ടു? ചോദിക്കണില്ലേ? ആ ദൈവത്തിൻ്റെ ചോദ്യമാണത്. അതിന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ ഒരു വിശ്വാസമായിട്ട് തുടരാൻ നിങ്ങൾ അക്സെപ്റ്റബിൾ അല്ല. അതാണ് വിഷയം. മസ്റ്റ് വി നോട്ട്, അത് നിസ്സാര കാര്യമല്ലത്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജോർദാനിൽ നിന്ന്, ആ ജോർദാൻ നദിമുഖത്ത് നിന്ന് എങ്ങോട്ടാണ് ഈശോ പോണത്? ഈശോ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ജോർദാനിൽ നിന്ന് മടങ്ങി. ജോർദാൻ നദിമുഖത്തിൽ നിന്ന് മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അപ്പൊ നോക്കി, ഇവ മൗനമായി തന്നെ പോവുകയാണ്. യാതൊരു റിയാക്ഷനും ഇല്ല, റെസ്പോൺസില്ല, അതുപോലെ തന്നെ മൽപ്പിടുത്തങ്ങളില്ല, ഒന്നുമില്ല. അതായത് ഈ നദീമുഖത്ത് നിന്ന് പിന്നീട് നേരെ ഓപ്പോസിറ്റ് കാലാവസ്ഥയിലേക്കാണ് ഈശോ പോണത്. അതുകൊണ്ടാണ് ജോബ് ചോദിക്കുന്നത്, മസ്റ്റ് ബി നോട്ട് ടേക്ക് സോറോ ടു? അതൊക്കെ മുമ്പ് ഈശോയ്ക്ക് ഒരു സ്റ്റാറ്റസ് കൊടുക്കും ദൈവം. ഭയങ്കര രസമാണ് ഈ ബൈബിള്. അതായത് ഈ ജോർദാൻ നദി വെച്ച് ഈശോയ്ക്ക് സ്റ്റാറ്റസ് കൊടുക്കും. എന്താ പറയണത്? ദിസ് ഈസ് മൈ ബിലവഡ് സൺ. അതാണ് സ്റ്റാറ്റസ്. ഈ സ്റ്റാറ്റസ് വാങ്ങിച്ചിട്ടാണ് ഈശോ മരുഭൂമിയിലേക്ക് പോണത്. സ്നാനം കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തന്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. ഇതാണ് ഈശോയ്ക്ക് കിട്ടിയ സ്റ്റാറ്റസ്. എന്താണത്? പദവി എന്താണ്? ഇവൻ എൻ്റെ, ദിസ് ഈസ് മൈ ബിലവഡ് സൺ. ഇപ്പം സ്റ്റാറ്റസ് ഡിക്ലെയർ ചെയ്ത് ഡിഫൈനായി അല്ലേ? ഇനി മരുഭൂമി എന്താ? ഇനി നേരെ ഈശോനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകണ കാണാം. നമ്മുടെ ജീവിതമായിട്ട് കൂട്ടിച്ച് വായിക്കണം കേട്ടോ. ഇത് നമ്മൾ പലപ്പോഴും ജീവിക്കുന്ന ജീവിതം ആധ്യാത്മിക ജീവിതമല്ല, ഭക്തജീവിതമാണ്. ഭക്തജീവിതം ആർക്ക് വേണം? നമ്മളെല്ലാം ജീവിച്ചു കൊണ്ട ജീവിതം ഉണ്ടല്ല, ഭക്തജീവിതമാണ്. ഭക്തജീവിതവും ബൈബിൾ ജീവിതവും തമ്മിൽ ചില സമയത്ത് സമാന്തര രേഖയായി പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ മനുഷ്യൻ ഗതി പിടിക്കാത്തതിൻ്റെ കാരണം എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇത് അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. ഇപ്പം ഭക്തിയുടെ കൊടുമുടിയിൽ നിന്ന് ഈശോ ഇറങ്ങി എങ്ങോട്ടാണ് പോണത്? ആത്മാവിനെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. അപ്പോൾ അവൻ്റെ ഈ സ്റ്റാറ്റസ് എന്താണ്? ബിലവഡ് സണ്ണാണ്. ഈ ബിലവഡ് സൺ ആരുടെ ബിലവഡ് സണ്ണാണ്? ദിസ് ഈസ് മൈ ബിലവഡ് സണ്ണാണ്. പിതാവായ ദൈവത്തിൻ്റെ സ്വന്തം പുനോമന മകനാണ്. അതാണ് സ്റ്റാറ്റസ്. ഇനി മരുഭൂമി എക്സ്പീരിയൻസ് വരുമ്പോൾ, ഇപ്പം ഈ എക്സ്പീരിയൻസ് എന്ത് എക്സ്പീരിയൻസാണ്? ദൈവം നമ്മുടെ പിതാവാണ്, നമ്മളെ ദൈവത്തിന് മഹത്വവും അതുപോലെ തന്നെ നമ്മൾക്ക് ദൈവം അംഗീകാരമൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പശ്ചാത്തലങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നത്. നിശ്ചയമായ ജലാശയത്തിൽ നമ്മൾ നിൽക്കുകയാണ്, ഹോളവും കുടിച്ച് വിശ്രമിച്ച് നിൽക്കുകയാണ്. ഇവിടുന്ന് നേരെ കാലാവസ്ഥ ഭേദത്തിലേക്ക് വരും. പിന്നെ എങ്ങോട്ടാണ് പോണത്? മരുഭൂമിയിലേക്ക്. ഈ മരുഭൂമി കൊണ്ടുപോകുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ബോധമുണ്ട്. എന്താ കാര്യം? ആത്മാവാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഒന്നാ വചനം ഒന്നൊരു വായിച്ചേ. ലൂക്കാ 4:1. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി. അതായത് ഈ ജോർദാനിൻ്റെ എല്ലാ സർവസമ്പദ് സമൃദ്ധിയിൽ നിന്നും മടങ്ങുകയാണ്. എപ്പോഴായാലും മടങ്ങേണ്ടി വരും മക്കളെ. ദൈവ പൈതലാണ് നീ. ജോബ് മടങ്ങിയത് കണ്ടില്ലേ? ഇപ്പം ഈശോയും മടങ്ങുകയാണ് ശരിക്കും. അതായത് എപ്പോഴും സന്തോഷത്തിൻ്റെ ഒരു കാലഘട്ടം വന്നാൽ നമ്മുടെ മനസ്സിന് ആദ്യമേ ഉണ്ടാകണം
ഇവിടുന്ന് മടങ്ങേണ്ടി വരുമെന്ന്. ആൾക്കാർ എന്തിനാണ് ഇങ്ങനെ ഭക്തിയും പ്രാർത്ഥനയും കാണിക്കുന്നത്? മടങ്ങാതിരിക്കാൻ വേണ്ടിയാണ്. മനസ്സിലായില്ലേ? ശരിയല്ലേ? അതായത് നമുക്ക് പണിയുണ്ടാക്കല്ലേ, പണി വരല്ലാതിരിക്കുന്നത്. പക്ഷേ ദൈവവേദലാണെങ്കിൽ ഈ ബൈബിളിലെ നിർഭയത്വം എന്താണ്? ബൈബിളിലെ നിർഭയത്വം എന്ന് പറയുന്നത് വിൽ ഓഫ് ഗോഡ് സ്വീകരിക്കാനുള്ള കഴിവിനാണ് നിർഭയത്വം എന്ന് പറയുന്നത്. അല്ലാതെ ഇടിവെട്ടും പാമ്പ് കഴിയൊന്നുമല്ല. ബൈബിളിലെ നിർഭയത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? വിൽ ഓഫ് ഗോഡ് കാലാവസ്ഥ ഭേദങ്ങളോടുകൂടി അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവിനാണ് ബൈബിൾ നിർഭയത്വം എന്ന് പറയുന്നത്. എന്താ കാര്യം? ഈ നിർഭയത്വത്തിൻ്റെ കൂടെ വേറൊരു സാധനം വരുന്നുണ്ട്. ഫിയർ നോട്ട്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഇസ് അറ്റ് ഹാൻഡ്. അതായത് തമ്മിൽ യോജിച്ചാൽ പോണത്. വിൽ ഓഫ് ഗോഡ് വരുമ്പോൾ ഇപ്പം ഈശോ ആത്മാവ് അവനെ, വിൽ ഓഫ് ഗോഡാണത്. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. പറഞ്ഞ മക്കളെ, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അപ്പൊ ഒരു ദൈവ പൈതലാകുമ്പോ സ്വാഭാവികമായിട്ടും മരുഭൂമിയാണെങ്കിലും നയിക്കണ ദൈവമാണെന്നൊരു ബോധം ഉണ്ടാകണം. ഇപ്പം കടമാണ്, രോഗമാണ്, ഭർത്താവ് എന്നോട് സംശയമാണ്, എൻ്റെ മക്കളുടെ മുമ്പിൽ എനിക്ക് വരയില്ല എന്നൊക്കെ പറയാം നമുക്ക്. അപ്പോഴും ഓർക്കണം, ദൈവവേദനെ നീ പതറരുത്, ഭയപ്പെടുകയും ചെയ്യരുത്. എന്താണ്? നയിക്കണത് ദൈവമാണെന്നുള്ള ബോധം ഉണ്ടാകണം. എൻ്റെ പേര് മിനി സന്തോഷ്. ഞാൻ മംഗലാപുരം സെൻറ്റ് തോമസ് ഫൊറോന ചർച്ച് ഉദനയിൽ നിന്ന് വരുന്നു. ഞാൻ CRPF സർവീസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അയോധ്യയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ 2ാമത്തെ നിലയിൽ നിന്ന് താഴോട്ട് സ്റ്റെപ്പേന്ന് ഊർന്ന് താഴോട്ട് വീണു. ഊർന്ന് വീഴാൻ കാരണം അവിടെ ഒത്തിരിയും കുരങ്ങിൻ്റെ ശല്യമുണ്ട്. അപ്പോൾ കുരങ്ങ് എന്നെ ഓടിച്ച്, അപ്പോൾ ഞാനങ്ങനെ തെന്നി വീണതാണ് താഴോട്ട്. ആ സമയത്ത് എനിക്ക് സ്പൈനൽ കോഡിന് ഡിസ്റ്റൻസ് വന്നു. ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ആ സാക്ഷ്യം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ സാക്ഷ്യം പറയാനായിട്ട് നിൽക്കുന്നത്, എൻ്റെ കഴുത്തിന് വേദനയുണ്ടായിരുന്നു, കഴുത്തിന് മരപ്പുണ്ടായിരുന്നു, തലയ്ക്ക് പുകച്ചിലുണ്ടായിരുന്നു. ഈ വീണതിൻ്റെ ശേഷം എനിക്ക് മറവി വരാൻ തുടങ്ങിയായിരുന്നു. 12 വർഷമായിട്ട് ഞാൻ 2004 ഈ അയോധ്യയിൽ ഡ്യൂട്ടിയുടെ സമയത്ത് വീണത്. 2012 തൊട്ടാണ് എനിക്ക് കഴുത്ത് വേദന തുടങ്ങിയത്. അങ്ങനെ ഉറക്കമില്ലായിരുന്നു. ഇങ്ങനെ കണ്ടിന്യൂ ആശുപത്രിയിൽ പോകും, മരുന്ന് മേടിക്കും, ഡോക്ടർമാർ അഡ്വൈസ് ചെയ്യും, ഒത്തിരി ടെൻഷൻ അടിക്കരുത് അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ കഴുത്തിൻ്റെ C4-ൻ്റെ അവിടെ, C4-ഉം C3-യുടെ അവിടെയായിട്ട് ഞരമ്പ് വളഞ്ഞ് ബൽജായി കിടക്കുവാണ്. എല്ലിൻ്റെ അകത്തോട്ട് കയറിയിരിക്കുവാണെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കുറവാണെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് 2015 മംഗലാപുരത്തെ നല്ലൊരു ഹോസ്പിറ്റൽ ഡോക്ടർ, എന്നോട് സർജനാണ്, സർജൻ എന്നോട് പറഞ്ഞു, മേഡം ഒരു കാര്യം ചെയ്യുക, 5 വർഷത്തിൻ്റെ ഉള്ളിൽ മേഡം സർവീസിൽ നിന്ന് പോകുന്നില്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് MRI 5-6 MRI ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തെല്ലാം മെഡിസിന് കണ്ടിന്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഡോക്ടർ എന്നോട് പറഞ്ഞു, മേഡം സർവീസിൽ നിന്ന് 5 വർഷത്തിൻ്റെ ഉള്ളിൽ പോകുന്നില്ലെങ്കിൽ കടപ്പിലാകും. അപ്പോൾ ഞാനിത് വീട്ടിൽ, ഞാൻ എപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോകാറുള്ളത്. ചേട്ടനും സർവീസിലുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ വേറെ ആരുമില്ല എൻ്റെ കൂടെ വരാൻ. അപ്പോൾ ഞാൻ ഈ പറയുന്നത് വീട്ടിലോട്ട് ഞാൻ ആരും അറിയിക്കാറുമില്ല. അപ്പോൾ ഇതുവരെ ഞാൻ അറിയിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം. ഓൾറെഡി ഞാൻ കുഞ്ഞുങ്ങളെ വീട്ടിൽ വിട്ടിട്ട് പോയിരിക്കുന്ന സമയം, ഡ്യൂട്ടിയിലൊക്കെ പോകുന്ന സമയം, നോർത്ത് ഇന്ത്യയിലൊക്കെ സർവീസ് ചെയ്യുന്ന സമയത്തെല്ലാം കുഞ്ഞുങ്ങൾ വീട്ടിലാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒറ്റൊരു ചിന്തയാണ്, ഞാൻ ഇനി എത്ര കാലം നിൽക്കും, ഒരു പക്ഷേ കടപ്പിലായാൽ, ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞത്, കടപ്പിലാകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ കടപ്പിലായ ഇനി മുന്നോട്ട് എങ്ങനെയാണ്? അങ്ങനെ ഞാൻ 2017 ആകുമ്പം എൻ്റെ 20 വർഷം കംപ്ലീറ്റ് ആവും. ഞാൻ ആ 20 വർഷം കംപ്ലീറ്റ് ആകുന്ന അന്ന് ഞാൻ ആപ്ലിക്കേഷൻ എഴുതി പെൻഷൻ പോന്നു, VRS എടുത്ത് പോന്നു. അപ്പോൾ 2020 ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് ഈ നിയോഗവും ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ വേദന എനിക്ക് ആദ്യം സ്പൈനൽ കോഡിൻ്റെ വേദന സൗഖ്യം കിട്ടി. അത് ഇതെൻ്റെ 5ാമത്തെ സാക്ഷ്യമാണ്. അപ്പോൾ സാക്ഷ്യം പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഈ കഴുത്ത് വേദന സൗഖ്യം കിട്ടിയത് ഞാൻ മറന്നുപോയി. അപ്പോൾ
അപ്പോൾ ഈ കഴിഞ്ഞ ഒരു 10-15 ദിവസം മുമ്പിൽ എൻ്റെ ഒരു സഹോദരൻ ഒരു പുരോഹിതൻ വീട്ടിൽ വന്നപ്പം എന്നോട് ചേച്ചി എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ കാര്യം, ഈ കൃപാസന അമ്മയുടെ കാര്യം പറഞ്ഞപ്പം ഞാനിങ്ങനെ രോഗസൗഖ്യം കഴിഞ്ഞപ്പം അന്നോട്ട് എനിക്ക് ഈ കഴുത്ത് വേദന മെല്ലെ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഈ രോഗം മാത്രം വിട്ടുപോയായിരുന്നു. ഇപ്പോൾ എനിക്ക് ഇപ്പം 3-4 വർഷമായി കണ്ടിന്യൂ 21 ടാബ്ലറ്റ് വരെ ഞാൻ പെർ ഡേ എടുക്കുന്ന ഈ ടാബ്ലറ്റ് ഇന്ന് ഞാൻ ഒരു ടാബ്ലറ്റ് ഒന്നുമില്ലാതെ പൂർണ്ണമായിട്ട് നേർച്ച തൈലവും നേർച്ച ഉപ്പും മാത്രമാണ് ഞാൻ ഉപയോഗിച്ചത്. ഞാൻ ഈ ഉടമ്പടി എടുത്തതിൻ്റെ ശേഷം 1 വർഷം ടാബ്ലറ്റ് എടുത്തു. അതിൻ്റെ ശേഷം ഞാൻ ടാബ്ലറ്റ് എടുത്തിട്ടില്ല. ഇപ്പോൾ കണ്ടിന്യൂ നേർച്ച തൈലവും കണ്ടിന്യൂ രാവിലെ വൈകുന്നേരം എപ്പോഴൊക്കെ വേദന എടുക്കും അപ്പോഴൊക്കെ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി നേർച്ച ഉപ്പും നേർച്ച തൈലവും നേർച്ച തേനും കഴിക്കുമായിരുന്നു. ഇതായിരുന്നു എൻ്റെ മരുന്ന്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ തന്നെയാണ്. എനിക്ക് ഉപ്പൂറ്റി വേദന ഉണ്ടായിരുന്നു. ഇതൊരു 4 വർഷമായിരുന്നു. എനിക്ക് രാത്രി നമ്മൾ എണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ടിലിൽ നിന്ന് എനിക്ക് നിലത്തോട്ട് കാല് കുത്തുമ്പോൾ നമുക്ക് തന്നെ നടക്കാൻ പറ്റില്ല. കാരണം കാലിന് അത്ര വേദന, ഉപ്പൂറ്റിക്ക് ഭയങ്കര വേദന, പിടിച്ച് നടന്നുകൊണ്ടിരുന്നത്. ഈ ഉപ്പൂറ്റി വേദനയെ ഞാൻ നേർച്ച ഉപ്പ് വെള്ളത്തിൽ ചാലിച്ച് തൂക്കുമായിരുന്നു. അതേപോലെ തന്നെ നേർച്ച തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി തൂക്കുമായിരുന്നു. ഇത് പൂർണ്ണമായിട്ട് എനിക്ക് സൗഖ്യം കിട്ടി. മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ അമ്മായിമ്മയ്ക്ക് മദറിൻലോയ്ക്ക് 18 വർഷമായിട്ട് മമ്മിക്ക് ആസ്മയുണ്ട്, കണ്ടിന്യൂ ചുമയുണ്ട്, അതേപോലെ തന്നെ അലർജിയുണ്ട്. അപ്പോൾ ആ സമയത്ത് ഉടമ്പടിക്ക് മുമ്പിൽ മമ്മി എല്ലാ മാസം നല്ല ആഴ്ചകളിൽ പോയിട്ട് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കാം, വലിവിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കും. അങ്ങനെ ഇന്നലറുണ്ട് 1200 mgയുടെ ഇന്നലർ യൂസ് ചെയ്യുന്നത് 4 നിറത്തായിട്ട് ഒരു ദിവസം. ഇന്ന് മമ്മി അതെല്ലാം കുറച്ച് രാവിലെയും വൈകുന്നേരം മാത്രമേ ഉള്ളൂ. പക്ഷേ മമ്മിയുടെ ചുമ പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടി. അതേപോലെ അലർജി രോഗവും പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടി. ഇതും കണ്ടിന്യൂ രാവിലെയും വൈകുന്നേരവും മമ്മിക്ക് നേർച്ച തൈലവും ഉപ്പും കൊടുത്ത് പൂർണ്ണമായിട്ട് രോഗസൗഖ്യം കിട്ടി. നാലാമതായിട്ട് ഞങ്ങൾ അയൽവാസികളായിട്ട് അയൽവാസികളെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം എൻ്റെ മദറിലൂടെ സഹോദരങ്ങൾ തന്നെയാണ് അടുത്തുള്ളത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വാക്കിൽ എന്തെങ്കിലും പറയുമോ, എന്തെങ്കിലും ചെറിയ കാരണം മതി, അപ്പോൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക്, പിന്നെ മിണ്ടാതിരിക്കും, കുറച്ച് ദിവസം മിണ്ടാതിരിക്കും, പിന്നെ അങ്ങനെ ഭയങ്കര അസ്വസ്ഥയാണ്. ഞങ്ങൾ ലീവിന് വന്നു കഴിയുമ്പം ഈ മിണ്ടത്തില്ല, അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്. അത് ഈ ഉടമ്പടി എടുത്തതിൻ്റെ ശേഷം അത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, തന്നെ അത് നമ്മൾ ഒരു കുന്നേന്ന് വെള്ളം ഒഴിച്ചു കഴിയുമ്പം മാറിപ്പോകുന്ന പോലെ, എന്നൊരു കല്ലേന്ന് വെള്ളം ഒഴിച്ചു കഴിയുമ്പം താന്നു പോകുന്ന പോലെ തന്നെ അവരോടുള്ള ഒരു വെറുപ്പും അസ്വസ്ഥകളെല്ലാം മാറിക്കിട്ടി. അതേപോലെ തന്നെ അഞ്ചാമത്തെ സാക്ഷ്യമാണ് എൻ്റെ അഞ്ചാമത്തെ സാക്ഷ്യമാണ്. നമ്മുടെ കൃഷിയിടത്തിലേക്ക് വെള്ളം ഇല്ലായിരുന്നു. അപ്പം നമ്മൾക്ക് വെള്ളം വേണമെങ്കിൽ നമ്മളൊരു കുളം പോലെ കുത്തണം, അങ്ങനെ നമ്മളിങ്ങനെ സ്ഥാനമൊക്കെ നോക്കാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പം അന്ന് ഞാൻ പ്രാർത്ഥിച്ച അമ്മയോട് പറഞ്ഞ, അമ്മേ ഇങ്ങനെ കുളം കുത്തണം, ഇത്ര പൈസയാകും എന്നൊക്കെ പറഞ്ഞേച്ച് ഞാൻ അമ്മയോട് ഇങ്ങനെ പറഞ്ഞേച്ച് ഞാൻ പ്രാർത്ഥിച്ച് കടന്നുറങ്ങി ഒരു സ്വപ്നം കാണുക. നമ്മുടെ സ്ഥലത്തിൻ്റെ ഇപ്പം ഇരിക്കുന്ന കിണറിൻ്റെ തൊട്ട് താഴായിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്നതായിട്ട് കാണിച്ചു തന്നെനിക്ക്. അപ്പം ഞാൻ നന്ദി പറഞ്ഞേച്ച് ചേട്ടനോട് പറഞ്ഞു, നമുക്ക് അവിടെ കുളം പോലെ കുത്താം. ഇങ്ങനെ പറഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പം സഹോദരൻ വന്നിട്ട് പറഞ്ഞു, നമുക്ക് പുഴയിൽ നിന്ന് വെള്ളം എടുക്കാം, അങ്ങനെയാണെങ്കിൽ നമുക്ക് അപ്പുറത്ത് ഞങ്ങളുടെ പറമ്പിൻ്റെ മുന്നിൽ ഒരു നാഷണൽ ഹൈവേ ആണ്, അത് കഴിഞ്ഞ് വേറെ 2 പാർട്ടിക്കാരുടെ കൃഷിയിടമാണ്, പട്ടയഭൂമിയാണ് കൃഷിയിടം, അതിൻ്റെ ശേഷം നെക്സ്റ്റാണ് പുഴ. അപ്പോൾ ഈ പുഴയിൽ നിന്ന് നമ്മുടെ വീട് വരെ വരണമെങ്കിൽ 200 മീറ്ററോളം ഗ്യാപ്പുണ്ട്, അത്രയും ദൂരമുണ്ട്. അപ്പോൾ ഈ ചേട്ടൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, മിനി ഒരു കാര്യം ചെയ്യുക, നേർച്ചുപ്പ് നമുക്ക് അവരുടെ അതിർത്തികളുടെ ഇടാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഒരു സൈഡിലെ പാർട്ടിയോട് ചോദിച്ചായിരുന്നു വെള്ളം ഞങ്ങൾക്ക് അതിലെ പൈപ്പ് ഇടാൻ സമ്മതിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു, ഞങ്ങളുടെ പട്ടയസ്ഥലമാണ്, സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പുറത്തെ ഒരു പാർട്ടിയോട് ഞാൻ ചോദിക്കാൻ പറ്റത്തില്ല, കാരണം അവർ ഹൈന്ദവരാണ്, അവരത്രമായിട്ട് ബന്ധം എന്ന് വെച്ചാൽ അറിയത്തില്ല, അവർ ഈ ഇടയ്ക്കായിട്ട് വന്ന പാർട്ടി, അപ്പോൾ ചോദിക്കാനും പോയില്ല. അപ്പോൾ ഈ സഹോദരൻ പറഞ്ഞതിന് ശേഷം ഞാനും ഓർത്തു, ശരിയാണല്ലോ നേർച്ചുപ്പുണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ പുഴയെന്ന് തൊട്ട്
ഈ ഹൈവേയുടെ റോഡ് സൈഡ് വരെ നേർച്ചുപ്പിട്ടേച്ച് ഞാൻ അവിടെ നിന്നിട്ട് കൈ പൊക്കിച്ച് അമ്മയോട് പറഞ്ഞു, അമ്മേ ഈ സ്ഥലത്തിൻ്റെ മുന്നിലുള്ളത് നമ്മുടെ സ്ഥലമാണ്, അതിൻ്റെ മേളിലാണ് ചേട്ടൻ്റെ സ്ഥലം കിടക്കുന്നത്, അപ്പോൾ അവർക്കാണ് ഈ വെള്ളം വേണ്ടിയത്, അപ്പോൾ അവർക്ക് ആ പൈപ്പ് ഇടാം, അപ്പോൾ നമുക്ക് ഓൾറെഡി കുളം കുത്തണമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഞങ്ങൾ നിന്നത്. അപ്പോൾ ഞങ്ങൾ നേർച്ച ഉപ്പും എതിറി വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ രണ്ടുപേരും ഉണ്ട് അവിടെ നിന്ന് പോന്നു. ഒരു 20 ദിവസം കഴിഞ്ഞപ്പം ഈ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ പൈപ്പ് ആ ഓണർ വേറെ ആ സ്ഥലത്തിൻ്റെ തന്നെ വേറൊരു സൈഡിൽ കൂടെ പൈപ്പ് ഇട്ടോളാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ ഈ ഇതിലിട്ടോളാൻ പറഞ്ഞു. നമ്മുടെ നേരെ പറമ്പിൻ്റെ നേരെയാണ് ആ പറമ്പിൻ്റെ അതിര് കിടക്കുന്ന നേരെ മുമ്പിൽ. അവിടെ നിന്ന് 200 മീറ്ററോളം അവരുടെ പറമ്പിൽ കൂടെ നമുക്ക് ഈ ഹൈവേ താണ്ടി നമുക്ക് പൈപ്പ് ഇടാനുള്ള പെർമിഷൻ പരിശുദ്ധ അമ്മ മേടിച്ച് തന്നു. നമുക്ക് ഇപ്പോൾ 360 ദിവസവും വെള്ളം കിട്ടുന്ന രീതിയിൽ വെള്ളം കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ആ സ്വപ്ന ദർശനം കാണിച്ചു തന്ന അതേ തടത്തിലാണ് നമ്മൾക്ക് അവിടെ കണക്ഷൻ ചെയ്യാനായിട്ട് കിട്ടിയത്. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് പരിശുദ്ധ അമ്മ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നെന്ന്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. അതേപോലെ തന്നെ ഞങ്ങൾക്ക് സന്ധ്യപ്രാർത്ഥന, ഞാൻ ഉടമ്പടിക്ക് മുമ്പിൽ സന്ധ്യപ്രാർത്ഥന അത്ര ചിട്ടയോടെയൊന്നും അല്ല ചെല്ലുന്നത്. എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ പിന്നെ ഷോർട്ട് കട്ടായിരുന്നു. അതേപോലെ തന്നെ ആകുന്ന എത്രയും നമ്മൾ കുറച്ച് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന രീതിയിൽ കുരിശുവര ചൊല്ലുമായിരുന്നു. പക്ഷെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ 6:30 തൊട്ട്, ഞാനും എൻ്റെ മദറിലോയും ഞങ്ങൾ 6:30 തൊട്ട് ബൈബിള് വായിക്കും. 7:30 ആകുമ്പോൾ കൃത്യമായിട്ട് കുടുംബമായിട്ട് ഒരുമിച്ചിരുന്ന് ഞങ്ങൾ കുരിശുവരയ്ക്ക് ഇരിക്കും. അതേപോലെ തന്നെ ഒരു സമാധാനം, കുരിശുവര ഒരു 8:30 8:45 വരെയുണ്ട്, സ്തുതിപ്പ് എല്ലാം. അങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു ദിവസം 2022 പരിശുദ്ധ അമ്മ ഒരു 3/4 മണിക്കൂർ രൂപക്കൂടിൻ്റെ അവിടെ നിന്ന് അമ്മ ഇങ്ങനെ പല രൂപമായിട്ട് അമ്മ വന്ന് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങളൊരു 500 ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മേനെ ഏൽപ്പിച്ച ദിവസം, അത് ഞങ്ങൾക്ക് അറിയത്തില്ല, 500 ജപമാല ചൊല്ലാമെന്ന് വിചാരിച്ച് ചൊല്ലിയതാ. പക്ഷെ അന്ന് 503-ാമത്തെ കൊന്തയായിരുന്നു, ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു, ചൊല്ലി അത്ര ആയോന്ന് അറിയത്തില്ലായിരുന്നു. അന്ന് അമ്മയുടെ കയ്യിൽ കുറേ ജപമാല അമ്മ ഇങ്ങനെ കുലുക്കി കാണിച്ച്. ഇത് 2021 നടന്നത്. 2022 മോൾക്കൊരു സ്വപ്നം കാണുവാണ്. മോള് ഈ അൾത്താരയിൽ പരിശുദ്ധ അമ്മയുടെ കയ്യിൽ ഒരു കുന്ന് മുല്ലപ്പൂ പിടിച്ചുകൊണ്ട് വരുന്നു. അമ്മ ജോസപ്പച്ചന് കൊടുക്കുന്നു, ജോസപ്പച്ചൻ മൂക്ക് കൊടുക്കുന്നതായിട്ടൊരു സ്വപ്നം കാണുന്നു. 2023 മെയ് മാസത്തിൽ എന്നോട് അമ്മ പറയുന്നു, കുഞ്ഞെ അഖണ്ഡ ജപമാല ചൊല്ല്. അപ്പോൾ ഞാൻ ആദ്യം ഓർത്തു ഇത് എങ്ങനെയായിരിക്കുന്നു. രണ്ടാമത് ഞാൻ കുറച്ച് ദിവസം ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ എന്നോട് അമ്മ ചോദിച്ചു, അഖണ്ഡ ജപമാല ചൊല്ലുന്നില്ലേ? പിന്നെ ഞാൻ ഓർത്തു ഇതെങ്ങനെ ചൊല്ലൂ അമ്മയെന്ന് ഞാൻ ചോദിച്ചപ്പം, നീ പട്ടാളക്കാരിയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞങ്ങളുടെ ഡ്യൂട്ടി അവേഴ്സ് വെച്ചാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി അഖണ്ഡ ജപമാല അവേഴ്സ് വെച്ച് ചൊല്ലാമെന്ന്. അങ്ങനെ 3-ാമത്തെ ദിവസം പിന്നെ ഞാനത് ചൊല്ലി അങ്ങ് മനസ്സിൽ വെച്ചതേ ഉള്ളൂ, പക്ഷേ ചൊല്ലാനായിട്ട് തുടങ്ങുന്നൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം പള്ളിയിലേക്ക് പോകുമ്പോൾ അമ്മ വാർണിംഗ് പോലെ അഖണ്ഡ ജപമാല ചൊല്ലുന്നില്ലേ എന്ന് ചോദിച്ചു. അന്ന് തന്നെ ഞാനൊരാളോട് പറയുന്നു ജപമാല ചൊല്ലാമെന്ന് പറയുന്നു. അങ്ങനെ പിറ്റേ ദിവസം 3 പേരാകുന്നു, 5 പേരാകുന്നു, 6-ാമത്തെ ദിവസം 26 പേരാകുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി 6-ാമത്തെ ദിവസം 26 പേര് തരുന്ന അമ്മ ഉടമ്പടിയാണ് 6-ാമത്തെ ദിവസം 6. അങ്ങനെ എനിക്ക് വിചാരിച്ച അന്ന് ഞങ്ങൾ ഈ അഖണ്ഡ ജപമാല ചൊല്ലാൻ തുടങ്ങി. 42-ാമത്തെ ദിവസം കൃപാസന അമ്മയുടെ അഖണ്ഡ ജപമാല ചൊല്ലുന്നവർക്ക് കിട്ടുമെന്ന് അറിഞ്ഞ്, അങ്ങനെ സെപ്റ്റംബർ 5-ാം തീയതിയാണ് ഇത് അറിയുന്നത്. 6-ാം തീയതി എൻ്റെ മോള് 7-ാം തീയതി ഇവിടെ വരുന്നു. 7-ാം തീയതി വന്ന് ഉടമ്പടി എടുത്തു. 7-ാം തീയതി മോക്ക് ഈ അൾത്താരേന്ന് ആദ്യമായിട്ട് 1000 മണി ജപമാല അച്ഛൻ മോക്കടെ കയ്യിലോട്ട് കൊടുക്കുന്നത്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. അതേപോലെ തന്നെ ആ അഖണ്ഡ ജപമാല വീട്ടിലേക്ക് വരുന്നത് സെപ്റ്റംബർ 8-ാം തീയതിയാണ്. അന്ന് മുതൽ സെപ്റ്റംബർ 9-ാം തീയതി മുതൽ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച വരെയും എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ആഴ്ചകളിലും ജപമാല ചൊല്ലുന്നുണ്ട് ഞങ്ങൾ അഖണ്ഡ ജപമാല. അനേകം മക്കൾ വന്ന് അഖണ്ഡ ജപമാല ചൊല്ലി അനേകം മക്കൾക്ക് രോഗസൗഖ്യ സാക്ഷ്യങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ള ചെറിയ സാക്ഷ്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വലിയ സാക്ഷ്യം പറയുന്നവരെ ഉള്ളവർക്ക് ഞാൻ ഇവിടെ ഒരു നിർത്ത് വന്നുണ്ടോ എന്ന് സാക്ഷ്യം പറയിപ്പിച്ചിട്ടുണ്ട്.
പിന്നെ അതേപോലെ തന്നെ ഒത്തിരി മക്കളെ പരിശുദ്ധ അമ്മയിലേക്ക് അടുപ്പിക്കാനായിട്ട് പറയാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രേക്ഷിത വേല എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പത്രം 5ഉം 6ഉം കെട്ടും പുതുക്കിന് വരുമ്പോൾ കൊണ്ടുപോയിട്ട് ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും ചന്തകളിൽ ഹോസ്പിറ്റലുകളിൽ ഒത്തിരി ക്രൗഡ് എവിടെയാണോ അവിടെയൊക്കെ ഈ പത്രം കൊടുത്ത് അവരോട് പറഞ്ഞ് അമ്മേനെക്കുറിച്ച് പറഞ്ഞ് കിട്ടിയ സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുക്കും. അങ്ങനെ ഒത്തിരി മക്കളെ ഇവിടെ എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒത്തിരി മക്കളെ ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കുടാനുകൂടി നന്ദി പറയും. ഇതിനൊക്കെ നമ്മൾ യോഗ്യതരല്ല, എങ്കിലും പരിശുദ്ധ അമ്മയും ഈശോയും ഇതിനെല്ലാം ഒരുക്കി തന്നു. അതേപോലെ തന്നെ കാരുണ്യ പ്രവൃത്തി എല്ലാ മാസവും ഞങ്ങൾ ചെറിയൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പ് ഞങ്ങൾ പോയിട്ട് അനാഥാശ്രമത്തിൽ പോയിട്ട് വയസ്സായ അമ്മമാരെയും മാനസികമായിട്ടുള്ള അസ്വസ്ഥതകളുള്ള അമ്മമാരെയും കുളിപ്പിക്കുകയും അവരുടെ വസ്ത്രങ്ങളിൽ കഴുകി കൊടുക്കുകയും അതേപോലെ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ രോഗികളായ ഉള്ള അമ്മമാർക്ക് നേർച്ച തൈലം ഞങ്ങൾ കൊണ്ടുപോകും, ഉപ്പ് കൊണ്ടുപോകും. അവർക്ക് ആവശ്യമുള്ളവർക്ക് നേർച്ച തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി തൂത്തു കൊടുക്കാറുണ്ട്. അതേപോലെ അവർക്കും ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. ഒത്തിരി മക്കളെ അതേപോലെ തന്നെ മൊത്തമായിട്ട് ഞാൻ മാറി എന്നുള്ളതാണ് ഏറ്റവും വലുത്. വിശുദ്ധ കുർബാന നേരത്തെയൊക്കെ സർവീസിലുള്ള സമയത്തൊക്കെ പള്ളിയിൽ പോകാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ ഒത്തിരി കഷ്ടങ്ങളാണ്. സർവീസിലൊക്കെ പട്ടാളത്തിലൊക്കെ അറിയാം, നമുക്ക് ഞായറാഴ്ചകളിലൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഡ്യൂട്ടികളൊക്കെ വരുന്നത്. ഞായറാഴ്ച ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു ഞാൻ മൊത്തം എൻ്റെ ജീവിതത്തിൽ ഒരു 5 6 കുർബാനയൊക്കെയാണ് ഞാൻ ഈ സർവീസിൽ കയറിയ പിന്നെ കൂടിയിട്ടുള്ളൂ. പക്ഷേ ഞാൻ പെൻഷൻ പോകുന്ന ഈ അമ്മയുടെ ഉടമ്പടി എടുത്തതിൻ്റെ ശേഷം ഇപ്പോൾ 2 വർഷത്തോളം കണ്ടിന്യൂ ആയിട്ട് എല്ലാ ദിവസവും ഈശോയെ സ്വീകരിക്കാൻ കഴിയുന്നുണ്ട്. അത് ഏറ്റവും വലിയ എൻ്റെ അനുഗ്രഹമാണ്. ഈശോ കാണിക്കുന്ന ഒരു വലിയൊരു കരുണയാണ്. അതേപോലെ തന്നെ ഈശോയെ ഈശോ വന്ന് കട്ടിലിരിക്കുന്ന ഒരു അനുഭവം, പരിശുദ്ധ അമ്മ അടുത്ത് വന്നിരിക്കുന്ന സമയം അമ്മ സംസാരിക്കുന്ന പല രീതിയിലായിട്ട് ഇതെല്ലാവർക്കും അനുഭവിക്കാൻ പറ്റും. കാരണം ഉടമ്പടി അച്ഛൻ ജോസഫ് അച്ഛൻ എപ്പോഴും പറയും, നിങ്ങളെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുക, നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഇത് എല്ലാവരും അനുസരിച്ചാൽ ദൈവം ഐശ്വര്യം തരുന്ന കർത്താവാണ്. ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58:11 കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും, നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെ ആകുന്നേ. മിനി സന്തോഷ് തൻ്റെ സർവീസിനിടയിൽ തനിക്കുണ്ടായ അപകടത്തെക്കുറിച്ചും അത് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞതാണ്. അങ്ങനെ തനിക്ക് തൻ്റെ ബാക്ക് പെയിൻ പൂർണ്ണമായിട്ട് മാറിയ സാക്ഷ്യം പറഞ്ഞിരുന്നു. വീണ്ടും തനിക്ക് എങ്ങനെയാണ് 2012 മുതൽ താൻ അനുഭവിച്ചു കൊണ്ടിരുന്ന കഴുത്തുവേദന അത് പിന്നീട് തനിക്ക് എങ്ങനെ മാറുന്നു, താൻ കുറേയേറെ വർഷങ്ങളായിട്ട് മെഡിസിൻ ഉപയോഗിച്ചിട്ടും തനിക്ക് മാറാതിരുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം നേർച്ച വസ്തുക്കളിലൂടെ പൂർണ്ണമായും മാറി. തനിക്ക് മറ്റൊരു മെഡിസിനും താൻ ഉപയോഗിച്ചിട്ടില്ല. 1 വർഷം താൻ മെഡിസിൻ ഉപയോഗിച്ചു, എന്നാൽ അവിടെയൊന്നും തനിക്ക് സൗഖ്യം ലഭിക്കാതിരുന്നത് നേർച്ച വസ്തുക്കളിലൂടെ ലഭിച്ചു എന്നാണ് പറയുക. ഇവിടെ ഓരോ മക്കളും അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ്. അതാണ് സാക്ഷ്യം. അവർ ദൈവത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. തനിക്ക് എങ്ങനെ പിന്നീട് താൻ അതിനെക്കുറിച്ച് മറന്നുപോയി, തനിക്ക് ഈ സൗഖ്യം കിട്ടിയതൊന്നും താൻ ഓർത്തില്ല, പിന്നീട് എങ്ങനെ അമ്മ തന്നെ അത് ഓർമ്മിപ്പിച്ചു. അത് ഇന്ന് താൻ അത് കൂടുതൽ അനുഭവിക്കുകയാണ്. അമ്മയുടെ സാന്നിധ്യവും സാമീപ്യവും അത് സുഗന്ധ അഭിഷേകമായിട്ട് ജപമാല അമ്മ കൊണ്ടുവന്ന് കൊടുക്കുന്നു. അമ്മ അഖണ്ഡ ജപമാല ചൊല്ലുന്നില്ലേ, അതിനു വേണ്ടിയിട്ട് അമ്മ പ്രചോദനം കൊടുക്കുന്നു. മറ്റൊരാളല്ല ഇവിടെ പറയുക, ഒരു തേർഡ് പേഴ്സൺ അല്ല, ഇത് അനുഭവിച്ച ഒരു വ്യക്തി തന്നെയാണ് ഇവിടെ വന്ന് പറയുക, ഞാൻ ദൈവത്തെ ഇങ്ങനെ അനുഭവിക്കുന്നു, നിങ്ങൾക്കും ഇതിന് സാധിക്കും. ഈ മകള് പല ആവർത്തി ഇതിവിടെ പറഞ്ഞു. അതായത് ഈ ഒരു അനുഭവമാണ് ഉടമ്പടിയുടെ മാത്രം സ്വന്തം, മറ്റൊരു പ്രാർത്ഥനാ രീതിക്കും ഇല്ലാത്ത ഒരു അനുഭവമാണത്. ദൈവത്തെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക, നേരിൽ സ്വരം കേൾക്കാൻ സാധിക്കുക, ദർശനത്തിലൂടെ നമ്മോട് സംസാരിക്കുക. അങ്ങനെ എത്രയോ വർഷങ്ങളായി തങ്ങൾ ആഗ്രഹിച്ചിരുന്നു, തങ്ങൾക്ക് കൃഷിയിടമുണ്ട്, ആ കൃഷിയിടത്തിൽ ഒരു ജലലഭ്യതയില്ല. അപ്പോൾ അവിടെ ജലലഭ്യതയ്ക്ക് വേണ്ടിയിട്ട് പൈപ്പ് ലൈൻ വലിക്കുവാനൊക്കെ അയൽക്കാർ സമ്മതിക്കാതിരുന്ന അവസരത്തിൽ പിന്നീട് എങ്ങനെയാണ് ഈ മകൾക്ക് ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അതിനു മുമ്പ് ഒരു ദർശനം കാണുന്നു. വീണ്ടും അതേ സ്ഥലത്ത് തന്നെ ഇന്ന് തങ്ങൾക്ക്
വർഷം മുഴുവനും തങ്ങൾക്ക് ജലം ലഭിക്കുന്ന രീതിയിൽ പുഴയിൽ നിന്ന് തങ്ങൾക്ക് വെള്ളം എടുക്കുവാനായിട്ടുള്ള സജ്ജീകരണങ്ങൾ അത് അയൽക്കാർ സമ്മതിക്കാതിരുന്നവർ കൂടെ സമ്മതിച്ചു എന്നൊക്കെയാണ് നാം കേട്ടത്. അതുപോലെ വീണ്ടും വർഷങ്ങളായിട്ട് മാറാതിരുന്ന 3 വർഷമായിട്ടുണ്ടായിരുന്ന ഉപ്പൂറ്റി വേദന, 21 വർഷമായിട്ട് ബന്ധുക്കളുമായിട്ട് അകന്നു കഴിയുന്നത്, അവിടെയെല്ലാം കർത്താവിൻ്റെ കൃപ ചൊരിയപ്പെടുമ്പോൾ അവിടെയൊക്കെ വറ്റാത്ത നീരുറവകൾ എങ്ങനെയാണ് വ്യക്തിബന്ധങ്ങളിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക. അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടി എന്ന് പറയുക. അത് പരിശുദ്ധ അമ്മ നമ്മെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ ഈശോയുമായിട്ടുള്ളൊരു വ്യക്തിപരമായ ബന്ധം അത് ഏറ്റവും അധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇന്ന് തൻ്റെ ആത്മീയ ജീവിതം എങ്ങനെയാണ് തങ്ങളുടെ കുടുംബ പ്രാർത്ഥന മാറ്റിവെച്ചിരുന്ന ഒരവസ്ഥയിൽ നിന്ന് ഇന്ന് കുടുംബ പ്രാർത്ഥനയ്ക്കുള്ള പ്രാധാന്യം ഓരോന്നും അക്കമിട്ട് ഈ മകൾ ഇവിടെ പറയുന്നുണ്ട്. ഇതൊക്കെ ഉടമ്പടിക്ക് ശേഷമാണെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ലഭിക്കുമെന്നുമാണ് പറയുക. അമ്മയെ സ്നേഹിച്ചാൽ അമ്മ നമ്മുടെ കൂടെ വരും. അതുകൊണ്ട് തന്നെയാണ് സഞ്ചാരി മാതാവെന്ന് പറയുക. നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ ഞാൻ അയക്കുമെന്ന് പറയുന്നു. അങ്ങനെ ഇന്ന് അമ്മയെ തോളിലേറ്റി നടക്കുന്ന ഒരു സമൂഹം രൂപപ്പെട്ടു വരുന്നു. അത് കൃപാസനത്തിലൂടെ ഇന്ന് 1000 മണി ജപമാലയൊക്കെ ആയിട്ട് തൻ്റെ കുടുംബത്തിലേക്ക് ഇന്ന് എത്രയോ പേരാണ് കടന്നു വന്ന് പ്രാർത്ഥിക്കുക. അവർക്ക് കിട്ടുന്ന സൗഖ്യാനുഭവങ്ങൾ അവിടെ പങ്കുവയ്ക്കുന്നു. വലിയ വലിയ അനുഭവങ്ങൾ ഇവിടെ വന്ന് പങ്കുവെച്ചു. ഇതൊക്കെ നാം കേൾക്കുമ്പോൾ ഇതൊന്നും എവിടെയോ നടക്കുന്ന കാര്യങ്ങളല്ല. ഇന്ന് ഈ മകളുടെ കുടുംബത്തിൽ, മകളുടെ ജീവിതത്തിൽ നടന്ന കാര്യമാണ്. നമുക്കും ദൈവത്തിൻ്റെ സ്വന്തമാകാം. ഉടമ്പടിയിലൂടെ ദൈവിക കൃപകൾ നേടി ദൈവ പൈതലായി ഈശോയോട് ചേരാനായിട്ട് അമ്മയുടെ കരം പിടിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം.